This news is brought to you by Z-Mobile, അമ്പലം റോഡ്, ചെറുപുഴ. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെത്തി. സന്ദർശന വേളയിൽ മലയോര മേഖലയിൽ ജനങ്ങൾ നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ അദ്ദേഹം ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്യുകയും നേരിട്ട് ചോദിച്ചറിയുകയും ചെയ്തു. പ്രദേശത്തിന്റെ സമഗ്ര പുരോഗതിക്കായി ഭാവിയിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ, സെക്രട്ടറി ബിറ്റാജ് തോമസ്, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി എന്നിവർ ചേർന്ന് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലീന വില്യം, പ്രവീൺ കേടി, പഞ്ചായത്ത് അംഗങ്ങളായ പ്രിൻസ് വെള്ളക്കട, മാനുവൽ മാപ്പിളപ്പറമ്പിൽ, കൂടാതെ ആലയിൽ ബാലകൃഷ്ണൻ, KK സുരേഷ് കുമാർ തുടങ്ങിയവർ സന്ദർശന വേളയിൽ സംബന്ധിച്ചു. ഇന്ന് തൃക്കരിപ്പൂരിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് യാദൃശ്ചികമായി ഇവിടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഇവിടുത്തെ ബഹുമാന്യമായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും പഞ്ചായത്ത് മെമ്പർമാരുടെയും ക്ഷണമനുസരിച്ച് സന്ദർശിച്ചു. ഈ മലയോര മേഖല, കുടിയേറ്റ കർഷകരുടെ മേഖല അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവരുമായി ചോദിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭാവിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പിരിയുന്നത്. വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മേഖലയാണ്, കാർഷിക മേഖലയാണ്. അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ പ്രകൃതിയോടും അതുപോലെ തന്നെ വന്യമൃഗങ്ങളോടൊക്കെ മല്ലടിച്ചുകൊണ്ട് ഒരു കാലത്ത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സഹായം നൽകിയിട്ടുള്ള കർഷകരെ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലയുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ തൃക്കരിപ്പൂരിലും സാഹചര്യങ്ങൾ തൊട്ടപ്പുറത്തുമുണ്ട്. തീർച്ചയായിട്ടും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ. എന്തായാലും ഇവിടെ ഈ ഗ്രാമപഞ്ചായത്ത് വളരെ സുത്യർഹമായ രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചു. ഇവിടെ എല്ലാ ജനങ്ങളുടെയും പ്രശ്നത്തിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഭരണസമിതിയും പഞ്ചായത്ത് മെമ്പർമാരും ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് എൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആൾക്കാർക്കും കഴിയട്ടെ. ഇവിടുത്തെ ആരോഗ്യ ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ചും അതോടൊപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചുമൊക്കെ ചോദിച്ചു. തീർച്ചയായിട്ടും ഇവിടുത്തെ ഗതാഗത സംവിധാനങ്ങളൊക്കെ കൂടുതൽ നവീകരിക്കപ്പെടേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും കൂടുതൽ ശക്തമായിട്ടുള്ള ഇടപെടലുകളും ആവശ്യമുണ്ട്. അതിനുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം എന്തായാലും പയ്യന്നൂരും തൃക്കരിപ്പൂരുമൊക്കെ ഒരുങ്ങി വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശുഭോദർക്കമായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും അതിനാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇവിടെ വരാൻ കഴിഞ്ഞതിലുള്ള അതിയായിട്ടുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന Z-Mobile നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന Z-Mobile, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9207775577.